കുറിച്ച് ഇന്ന് തുടങ്ങാം. ഏകദേശം BC 535 ഈ പുസ്തകം എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഏകദേശം BC 535 ഈ പുസ്തകം എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഏകദേശം BC 605 മുതൽ 535 വരെയുള്ള കാലഘട്ടങ്ങളിലെ സംഭവ ചരിത്രങ്ങളാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. ഒന്നും കൂടെ പറയാം, ഏകദേശം BC 535 ഈ പുസ്തകം എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ തന്നെ BC 605 മുതൽ 535 വരെയുള്ള കാലഘട്ടങ്ങളിലെ ചരിത്രങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാല് ചില ആൾക്കാർ പറയുന്നത് ഏകദേശം BC 165 ഈ പുസ്തകം എഴുതിയെന്നും ചില ആൾക്കാർ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ബാബിലോൺ, മേദ്യ പേർഷ്യ, ഗ്രീസ്, റോമ എന്നിങ്ങനെ ബൃഹത്തായ 4 സാമ്രാജ്യങ്ങളുടെ ചരിത്രമാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. 1 ബാബിലോൺ, 2 മേദ്യ പേർഷ്യ, 3 ഗ്രീസ്, 4 റോം. ഇങ്ങനെ 4 സാമ്രാജ്യ ശക്തികളെ, അവയുടെ ചരിത്രത്തെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിസാരമായി കാണേണ്ടുന്ന ഒരു പുസ്തകമല്ല. ഒരു കാലത്ത് ശക്തിയോട് ഉദിച്ചു കയറി വന്ന ബാബിലോൺ സാമ്രാജ്യം, ആ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ തകർച്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ തകർച്ചയോടുള്ള ബന്ധത്തിൽ അടുത്ത സ്റ്റെപ്പ് കയറി വന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യം, ആ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ തകർച്ചയും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമുള്ള ഗ്രീസിന്റെ ഭരണ പരിഷ്കാരങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവസാനമായി വന്ന റോം, ആ റോമിന്റെ ഭരണ തുടക്കം നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ 4 ബൃഹത്തായ സാമ്രാജ്യങ്ങളുടെ ചരിത്രത്തെ നമുക്ക് എവിടെ കാണാൻ കഴിയുന്നുണ്ട്? ഈ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ലോകത്തിലെ അതിപ്രാചീന സാമ്രാജ്യം എന്നറിയപ്പെടുന്നത് അസീറിയയുടെ തലസ്ഥാനമായ നിനവയായിരുന്നു. ആ നിനവ പട്ടണത്തെ നെബൂഖദ്നേസർ പരാജയപ്പെടുത്തിയതോടെ അസീറിയൻ ആധിപത്യം അവസാനിക്കുകയും നിയോ ബാബിലോൺ സാമ്രാജ്യം ആരംഭിക്കുകയും ചെയ്തു. ഒന്നും കൂടെ പറയാം, ലോകത്തിലെ അതിപ്രാചീന സാമ്രാജ്യമായിരുന്ന അസീറിയയുടെ തലസ്ഥാനമായ നിനവെ ഏകദേശം BC 612 നെബൂഖദ്നേസർ കീഴ്പ്പെടുത്തി. അതിനുശേഷം അസീറിയൻ ആധിപത്യം അവസാനിക്കുകയും നിയോ ബാബിലോൺ എന്ന പേരിൽ ഒരു സാമ്രാജ്യം അടിത്തറയിടുകയും ചെയ്തു. ഏകദേശം BC 611 ബാബിലോണിയ രാജാവായ നെബൂഖദ്നേസർ ഹാരാനിൽ ഉണ്ടായിരുന്ന അസീറിയൻ സൈന്യത്തോട് ഏറ്റുമുട്ടി അവരെ അസീറിയയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ആ ആക്രമണത്തിൽ ബാബിലോണ്യർ അസീറിയയെ തകർത്ത് ഈ അസീറിയൻ സൈന്യം അല്ലെങ്കിൽ അസീറിയയിലെ സാമ്രാജ്യത്തിലെ ജനങ്ങൾ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് നിന്ന് അവർ ഒഴിഞ്ഞു മാറിക്കൊടുത്തു. അപ്പൊ ഈ ബാബിലോൺ സാമ്രാജ്യം ഉടലെടുക്കുന്നതിന് തൊട്ടു മുമ്പ് അസീറിയ അതിശക്തമായി വാണിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ അസീറിയയുടെ തലസ്ഥാനത്തെയാണ് നെബൂഖദ്നേസർ തകർക്കുന്നത് BC 612. അതിനുശേഷം നിയോ ബാബിലോൺ എന്ന പേരിൽ ഒരു സാമ്രാജ്യം ആരംഭിക്കുക, ഒരു രാജ്യം ആരംഭിക്കുക. അവരുടെ ആക്രമണത്തിന്റെ പരിണിതഫലമായി യൂഫ്രട്ടീസ് നദീതീരത്തുണ്ടായിരുന്ന അസീറിയൻ ജനവും സൈന്യം മുഴുവൻ പിൻവാങ്ങിപ്പോവുകയും ബാബിലോൺ അവിടെ ആധിപത്യം തുടങ്ങുകയും ചെയ്തു. എന്നാൽ BC 609 അസീറിയൻ സൈന്യം ഈജിപ്തിന്റെ സഹായത്തോടുകൂടി ബാബിലോണിന് നേരെ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചു. ഇത്തരണത്തിൽ യഹൂദ രാജാവായിരുന്ന യോശിയാവ് ബാബേൽ രാജാവിന്റെ പ്രീതി സമ്പാദിക്കുവാനായി മിസ്രയീം
അല്ലെങ്കിൽ ഈജിപ്റ്റ് അസീറിയയോട് ചേരാതിരിക്കേണ്ടതിന് മെഗിദ്ദോ താഴ്വര വെച്ച് അവരുമായി ഏറ്റുമുട്ടി. പ്രസ്തുത യുദ്ധത്തിൽ യോശിയാവിന്റെ യോദ്ധാക്കൾ ദയനീയമായി പരാജയപ്പെടുകയും യോശിയാവ് കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ചരിത്രം 2 രാജാക്കന്മാർ പുസ്തകം 23-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നുകൂടെ പറയാം. ഏകദേശം BC 609 അസീറിയക്കാര് മിസ്രൈമിന്റെ അല്ലെങ്കിൽ ഈജിപ്തിന്റെ സഹായം അഭ്യർത്ഥിക്കുകയും അവര് ബാബിലോണിന് നേരെ യുദ്ധം ആരംഭിക്കാൻ പദ്ധതിയിട്ടു. ആ സമയത്ത് യഹൂദ രാജാവായിരിക്കുന്ന യോശിയാവ് ബാബേൽ രാജാവിന് പ്രീതി കിട്ടേണ്ടതിന് അവരാരുമായിട്ട് യുദ്ധത്തിനിറങ്ങി? ഈജിപ്തുമായിട്ട് മിസ്രൈമുമായിട്ട് ഇസ്രായേൽ യഹൂദ യുദ്ധത്തിന് തയ്യാറായി. എന്നാൽ അവിടെ വെച്ച് പ്രസ്തുത യുദ്ധത്തിൽ യോശിയാവിന്റെ യോദ്ധാക്കൾ മിസ്രൈമിന് മുമ്പിൽ ദയനീയമായി പരാജയപ്പെടുകയും യോശിയാവ് കൊല്ലപ്പെടുകയും ചെയ്തു. 2 രാജാക്കന്മാർ 23-ാം അധ്യായത്തിൽ നമുക്ക് ആ ചരിത്രം കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ദിനവൃത്താന്ത പുസ്തകം 35-ാമത്തെ അധ്യായത്തിലും ഈ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈജിപ്റ്റ് അസീറിയുമായി ചേർന്ന് ബാബിലോണിനെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ഏകദേശം BC 609 കഴിയുന്നതോടുകൂടി. എന്നാൽ ആ യുദ്ധത്തിലും ഈജിപ്തും അല്ലെങ്കിൽ മിസ്രൈമും അസീറിയയും തമ്മിൽ ചേർന്ന് ബാബിലോണിന് നേരെ യുദ്ധം ചെയ്തു. എന്നാൽ ആ യുദ്ധത്തിലും അസീറിയൻ സൈന്യം വളരെ ദയനീയമായി പരാജയപ്പെട്ടതോടുകൂടി അസീറിയൻ സാമ്രാജ്യത്വം അവസാനിക്കുകയും ബാബിലോൺ സാമ്രാജ്യത്വം വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഒരു വലിയ സാമ്രാജ്യ ശക്തിയായി ബാബിലോൺ മാറുകയും ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഇവരുടെ സൈന്യത്തെ വളരെ ഭയത്തോടും വളരെ വേദനയോടും കൂടി കാണേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അസീറിയയുടെ തലസ്ഥാനമായ നിനവെ പട്ടണത്തെ ബാബിലോണിന്റെ രാജാവായിരിക്കാൻ നെബൂഖദ്നേസർ ആക്രമിച്ചു. ആ പട്ടണത്തെ തകർത്തിട്ട് അസീറിയൻ സൈന്യത്തെ അവർ ഓടിച്ച സമയത്ത് നിയോ ബാബിലോൺ എന്ന ബാബിലോൺ സാമ്രാജ്യത്തിന് ഭരണം ആരംഭിച്ചു. ഈ പിന്തിരിഞ്ഞ് ഓടിപ്പോയ അസീറിയൻ സൈന്യം ഈജിപ്തിന്റെ സഹായത്തോടുകൂടി വീണ്ടും ബാബിലോണിന് നേരെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നു. ഈ പുറപ്പെടുന്ന സമയത്ത് യഹൂദ രാജാവായിരിക്കുന്ന യോശിയാവ് വെറുതെ പണി മേടിച്ചു കിട്ടാൻ പോയതാ. ഈ മനുഷ്യൻ ബാബിലോൺ സൈന്യത്തിന് പ്രീതി കിട്ടാൻ വേണ്ടി നേരെ അസീറിയെ യുദ്ധത്തിന് വിളിച്ചു. അവിടെ യോശിയാവിന്റെ യഹൂദ സൈന്യം പരാജയപ്പെട്ടു. അതിനുശേഷം അസീറിയയും ഈജിപ്തും കൂടെ ഒരുമിച്ച് ബാബിലോണിനെതിരെ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അസീറിയ അതിദയനീയമായി പരാജയപ്പെടുകയും അതോടുകൂടി അസീറിയ തുടച്ചു മാറ്റപ്പെടുകയും ബാബിലോണിന്റെ കൊടി അവിടെ നാട്ടി ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഭരണം ആരംഭിച്ചു. അപ്പൊ മനസ്സിലായല്ലോ എവിടെ നിന്നാണ് ഈ ബാബിലോണിന്റെ ഭരണം വരുന്നതെന്ന്. അപ്പോ ഇങ്ങനെ എല്ലാവർക്കും ചുറ്റുമുള്ള എല്ലാ രാജ്യക്കാർക്കും ബാബിലോണിന്റെ സൈന്യം വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ മുട്ടിടിച്ച് വിറയ്ക്കാൻ തുടങ്ങും. കാരണം അതീവ ക്രൂരന്മാരും വലിയ യുദ്ധങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരും ആയിരുന്നു ഈ ബാബിലോണിന്റെ സൈന്യം. അവര് വരുന്നുണ്ടെന്ന് കേട്ടാൽ സകലവരും 7 വരെ 39-ാം അധ്യായം 1 മുതൽ 8 വരെ 52-ാം അധ്യായം 2 മുതൽ 11 വരെ ഈ വാക്യങ്ങളിൽ നമുക്ക് ഈ ചരിത്രം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ 3ാമത്തെ ആക്രമണത്തിലാണ് നെബൂഖദ്നേസറിന് യെരുശലേമിനെ പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞത്.
ആ മതിലുകൾ ഏകദേശം BC 586 ദൈവാലയം നശിപ്പിച്ചു. 588 ഈ മതിലുകൾ തീ വെച്ച് നശിപ്പിക്കുന്നത്. BC കുറഞ്ഞാണല്ലോ വരുന്നത്. 588 വന്നു, മൂന്നാമത് യുദ്ധം ചെയ്തു, മതിലുകൾ തകർത്തു, തീയിട്ട് നശിപ്പിച്ചു. ഏകദേശം BC 586 പിന്നെ 2 വർഷം കഴിഞ്ഞ് യെരുശലേം ദേവാലയം തകർത്തു. അങ്ങനെ ആ തകർച്ചയിലാണ് ഇസ്രായേലിലുള്ള യെരുശലേമിലുള്ള 99% യഹൂദന്മാരും ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഈ പറഞ്ഞ കാലം മുതൽ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ആദ്യ കാലഘട്ടം വരെ ദാനിയേൽ ജീവനോടെ ഇരുന്ന് ശുശ്രൂഷകൾ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏകദേശം 90-ലധികം വയസ്സ് വരെ ദാനിയേൽ ജീവിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 60 വർഷത്തെ രാജസേവനത്തിൽ നെബൂഖദ്നേസർ, ബെൽഷസ്സർ, ദാര്യാവേശ്, കോരശ് എന്നിവരെ താൻ ശുശ്രൂഷ ചെയ്തു. അപ്പോ ഏതാണ്ട് 90 വയസ്സുള്ളവനായി മരിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ 60 വർഷക്കാലം താൻ പല രാജാക്കന്മാരെ സേവിപ്പാനിടയായി. ഏതൊക്കെ രാജാക്കന്മാരാണ്? നെബൂഖദ്നേസർ, ബെൽഷസ്സർ, ദാര്യാവേശ്, കോരശ് എന്നീ രാജാക്കന്മാരെ ഈ ദാനിയേല് ശുശ്രൂഷിപ്പാനിടയായി. അപ്പോ അസീറിയ ഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിയോ ബാബിലോൺ എന്ന് പറഞ്ഞ് ആരംഭിച്ച ചെറിയ ഒരു രാജ്യം നിമിഷ നേരം കൊണ്ട് പടർന്ന് പന്തലിച്ച് ഒരു വലിയ സാമ്രാജ്യ ശക്തിയായി മാറുകയും അതിന്റെ അതിരുകൾ മുന്തിരി വള്ളിയുടെ കൊമ്പുകൾ പടർന്നു കയറുന്നത് പോലെ ബാബിലോൺ നിമിഷ നേരം കൊണ്ട് വർദ്ധിപ്പാനിടയായി. ആ ചരിത്രമാണ് ഇപ്പൊ നമ്മൾ ഇവിടെ പഠിപ്പാൻ ഇടയായി തീർന്നത്. ഓക്കെ, ഈ പുസ്തകം ആർക്കാണ് എഴുതിയത്? ആർക്ക് വേണ്ടിയാണ് ഈ പുസ്തകം എഴുതി? ആർക്ക് എഴുതി? ടൈറ്റിൽ എഴുതിക്കൊള്ളുക. ആർക്ക് എഴുതി? ആർക്ക് വേണ്ടി എഴുതി? പ്രവാസത്തിൽ കഴിയുന്ന യഹൂദന്മാരെ അതുകൂടാതെ ലോകത്തിന്റെ നാനാ മേഖലകളിൽ ചിതറപ്പെട്ട് കിടക്കുന്ന വിശ്വാസികളെ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന് എഴുതിയ പുസ്തകമാണിത്. ആർക്ക് വേണ്ടി എഴുതിയെന്ന് മനസ്സിലായോ? പ്രവാസത്തിൽ കഴിയുന്ന യഹൂദന്മാർക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ ലോകത്തിന്റെ നാനാ മേഖലകളിൽ ചിതറപ്പെട്ട് കിടക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിന് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. കാരണം തീച്ചൂളയുടെ സംഭവം വിവരിക്കുന്നത് തന്നെ നിങ്ങൾ നോക്കൂ. യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ദൈവത്തെ അല്ലാതെ, യഹോവയായ ദൈവത്തെ അല്ലാതെ വേറെ ഒന്നിന്റെ മുമ്പിൽ മുട്ടുമടക്കാത്തവരാണ് യഹൂദന്മാർ. അവരുടെ മുമ്പിൽ തീച്ചൂളയുടെ ചൂട് വർദ്ധിപ്പിച്ച് കാണിക്കുമ്പോഴും അവരുടെ പിതാക്കന്മാർ കൈമാറിയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ബാലന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ചരിത്രം പറയുന്നത് എന്തിനു വേണ്ടിയാ? ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചിതറപ്പെട്ട് അടിമയിൽ കഴിയുന്ന അല്ലെങ്കിൽ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന യഹൂദന്മാർക്ക് വിശ്വാസത്തിൽ ഉറപ്പ് ലഭിക്കേണ്ടതിനാ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. തീച്ചൂളയിൽ ഇറങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് കൈമാറിയ വിശ്വാസം, ആ ദൈവം, യഹോവയുടെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, അവൻ വെറും ഒരു ദൈവമായിട്ട് ഇരിക്കുകയല്ല, പിന്നെയോ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തീച്ചൂളയിലും ഇറങ്ങി നിൽക്കാൻ കഴിയുമെന്ന് അവരെ പഠിപ്പിക്കുന്ന, ഉറപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ദാനിയേൽ പ്രവചനം. അപ്പൊ ആർക്കാണ് എഴുതിയത്? പ്രവാസത്തിൽ കഴിയുന്ന യഹൂദന്മാർക്കും
പ്രധാനമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിതറപ്പെട്ടിരിക്കുന്ന യഹൂദന്മാർക്ക് യഹൂദന്മാർ വിശ്വാസത്തിൽ ഉറയ്ക്കേണ്ടത് എഴുതിയ പുസ്തകമാണ് ദാനിയേൽ പ്രവചന പുസ്തകം. ഇനി പുസ്തകത്തിലെ പ്രധാന വ്യക്തികൾ, എല്ലാവരും ഇല്ല, പ്രധാന വ്യക്തികൾ. 1 ദാനിയേൽ, 2 നെബൂഖദ്നേസർ, 3 ശദ്രക്ക്, 4 മേശക്ക്, 5 അബേദ്നെഗോ, 6 ബെൽശസ്സർ, 7 ദാര്യാവേശ്. ഇവരാണ് 7 പേരുമാണ് ഈ ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ. ഒത്തിരി പേരുണ്ട്, എന്നാൽ ഈ പേര് പറയപ്പെട്ട 7 പേർ ഒന്നും കൂടെ പറയാം. ദാനിയേൽ, നെബൂഖദ്നേസർ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ബെൽശസ്സർ, ദാര്യാവേശ് എന്നിവരാണ് ഈ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. പ്രധാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇവരാണ്. ഇനി ഈ പുസ്തകം എഴുതുന്നതിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അതൊരു 6 പോയിന്റ് ഉണ്ട്. ഉദ്ദേശം. ഓക്കെ, ഒന്നാമത്തെ ഉദ്ദേശം, യഹൂദ മക്കൾ ഈ സമയത്ത് ബാബിലോൺ പ്രവാസത്തിലാണ്. ദാനിയേലിന്റെ വ്യക്തിപരമായ ഭക്തിയും സാക്ഷ്യമുള്ള ജീവിതവും ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ജാതീയ സാമ്രാജ്യത്തിൽ ദൈവഭക്തരായി ജീവിക്കേണ്ടുന്നത് എങ്ങനെയെന്ന് പ്രവാസികളെ ബോധ്യമാക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്. ഒന്നാമത്തെ ഉദ്ദേശം, ഈ പുസ്തകം എഴുതിയതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം ഒന്നുകൂടെ പറയാം. ഈ പുസ്തകം എഴുതുന്ന സമയം യഹൂദ മക്കൾ ബാബിലോണിലെ പ്രവാസത്തിലാണ്. ദാനിയേലിന്റെ വ്യക്തിപരമായ ഭക്തിയും സാക്ഷ്യമുള്ള ജീവിതവും ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ജാതീയ സാമ്രാജ്യത്തിൽ ദൈവഭക്തരായി ജീവിക്കേണ്ടുന്നത് എങ്ങനെയെന്ന് പ്രവാസികളെ ബോധ്യമാക്കാൻ വേണ്ടി ഈ പുസ്തകം എഴുതി. ഇനി ലളിതമായി പറഞ്ഞാൽ, ഇത് നോട്ട്സിൽ പറഞ്ഞിരിക്കുന്ന രീതി, ലളിതമായി പറഞ്ഞാൽ ദാനിയേലിന്റെ പേഴ്സണൽ ലൈഫ് മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ വിധം വേണം ജാതികളുടെ മുൻപിൽ ജീവിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ ഞങ്ങളെ പോലെ ജീവിക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ദാനിയേൽ നമുക്കൊരു മാതൃക കാണിച്ചു തരിക. ഏകദേശം ദാനിയേലിന്റെ കാലഘട്ടം പോലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രാർത്ഥനകൾക്കും ആരാധനയ്ക്കും നിബന്ധനകളും ഒപ്പം തന്നെ ആരാധന രീതികളുടെ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദാനിയേൽ കാണിച്ചു കണ്ടോ, അവന്റെ പേഴ്സണൽ ലൈഫ് തുറന്ന് മറ്റുള്ള എല്ലാ യഹൂദന്മാരെയും കാണിച്ചിട്ട് പറയുകയാണ്, ഒരു ജാതീയനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ എന്നെ പോലെ ജീവിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ ലൈഫ് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ സംസാരിക്കുന്ന പോലെ നിങ്ങൾ സംസാരിക്കണം, ഞാൻ ജീവിക്കുന്ന പോലെ നിങ്ങൾ ജീവിക്കണം എന്ന് മറ്റുള്ള വിശ്വാസികളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു മാതൃകാപരമായ ജീവിതം നമ്മളിൽ ഉണ്ടായിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഈ ദാനിയേൽ പ്രവചന പുസ്തകം. ദാനിയേലിന്റെ ജീവിതം അതായിരുന്നു. അപ്പോസ്തലനായ പത്രോസും ഒരു മുടന്തനോട് ആലയത്തിന് മുമ്പിൽ വെച്ച് പറയുന്ന ഓർമ്മയില്ലേ നിങ്ങൾക്ക്? വെള്ളിയും പൊന്നൊന്നും തരാനില്ല, നീ ഞങ്ങളെ നോക്ക് എന്ന് പറഞ്ഞവന് സൗഖ്യം കൊടുക്കുന്ന ചരിത്രം നമുക്കറിയാം. ഇവിടെ ഒന്ന്, ബാബിലോൺ പ്രവാസത്തിൽ കിടക്കുന്ന ഒരു ജാതിയുടെ അടിമത്തന്റെ കീഴിൽ കിടക്കുന്ന യഹൂദ മക്കൾ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ ആഹാരം കഴിക്കണം,
എങ്ങനെ വസ്ത്രം ധരിക്കണം എന്ന് ദാനിയേലിന്റെ വ്യക്തിപരമായ ജീവിതം കാണിച്ച് അവരെ പഠിപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ ഉദ്ദേശം. എഴുതിയല്ലോ. ഒന്നുകൂടെ പറയുന്നു, യഹൂദ മക്കൾ ഈ സമയത്ത് പ്രവാസത്തിലാണ്. ദാനിയേലിന്റെ വ്യക്തിപരമായ ഭക്തിയും സാക്ഷ്യമുള്ള ജീവിതവും ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ജാതീയ സാമ്രാജ്യത്തിൽ ദൈവഭക്തരായി ജീവിക്കേണ്ടുന്നത് എങ്ങനെയെന്ന് പ്രവാസികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇതെഴുതി. ഓക്കെ. രണ്ടാമത്തത്, ജാതീയ സാമ്രാജ്യങ്ങളുടെ മേൽ ദൈവം എപ്രകാരം ഭരണാധിപനായി അവയെ നിയന്ത്രിക്കുന്നു, രാജാക്കന്മാരെ അവരോധിക്കുന്നു, നീക്കിക്കളയുന്നു, ഇപ്രകാരം തന്റെ ലക്ഷ്യങ്ങൾ സ്ഥാപിതമാക്കുന്നു. ഈ കാര്യങ്ങൾ ജനം മനസ്സിലാക്കേണ്ടതിന് ഇതെഴുതി. ഒന്നും കൂടെ പറയാം. ജാതീയ സാമ്രാജ്യങ്ങളുടെ മേൽ ദൈവം എപ്രകാരം ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നു, എങ്ങനെ രാജാക്കന്മാരെ അവരോധിക്കുന്നു. എന്താ അവരോധിക്കുക? സിംഹാസനത്തിലേക്ക് കയറ്റുന്നു, അവരെ ഇരുത്തുന്നു. എങ്ങനെ അവരെ നീക്കിക്കളയുന്നു, എപ്രകാരം ദൈവിക ലക്ഷ്യങ്ങൾ സ്ഥാപിതമാക്കപ്പെടുന്നു. ഈ കാര്യങ്ങൾ ജനം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്. ഇനി സിമ്പിളായി പറഞ്ഞാൽ, ജാതി രാജാക്കന്മാരെ എങ്ങനെ ദൈവം അധികാരത്തിൽ കൊണ്ടുവരുന്നു, എങ്ങനെ അവരെ തൂക്കിയെടുത്ത് വെളിക്കളയുന്നു, എങ്ങനെ ദൈവിക പദ്ധതികൾ നടക്കുന്നു എന്ന് ദൈവജനത്തെ മനസ്സിലാക്കും. കണ്ടോ, ലോകത്തിലെ സകല മനുഷ്യരും പേര് കേട്ടാൽ വിറയ്ക്കുമായിരുന്നു. നെബൂഖദ്നേസറിന്റെ ബെൽഷസ്സറിന്റെ ഒക്കെ പേര് കേട്ടാൽ എല്ലാവരും വിറയ്ക്കുമായിരുന്നു. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് അവന്റെ ചരിത്രം അവസാനിച്ചു. എന്നിട്ടോ കോരശ് എന്ന് പറയുന്ന ഒരുത്തൻ അവിടെ ഭരണത്തിൽ വന്നു. ഒരു സാമ്രാജ്യം അവസാനിച്ചത് ഒറ്റ മിനിറ്റ് കൊണ്ടാണ്. അപ്പൊ ഇന്ന് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടക്കുന്നവരെല്ലാം മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യം, മുകളിൽ ഇരിക്കുന്ന ഞങ്ങളുടെ തമ്പുരാൻ വിചാരിച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ ഒരുത്തൻ ഇറങ്ങിപ്പോകാൻ കഴിയും. അടുത്തത്, സെക്കൻഡുകൾക്കുള്ളിൽ അടുത്തൊരുത്തിന് ഇരുത്താനും കഴിയും. ശൗല് മാറി ദാവീദ് വന്നില്ലേ? നോക്കിയിരുന്ന സമയത്താണ് സ്ഥാനചലനം ഉണ്ടായത്. ഇന്നത്തെ തൊട്ട് കസേര വെട്ടോ കമ്മറ്റിയോ പാനലൊന്നും ഉണ്ടാക്കിയതല്ല. തമ്പുരാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞ് ജനത്തെ പഠിപ്പിക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ഉദ്ദേശം. ഒന്നുകൂടെ പറയുന്നു, ജാതീയ സാമ്രാജ്യങ്ങളുടെ മേൽ ദൈവം എപ്രകാരം ഭരണാധിപനായിരുന്ന് അവയെ നിയന്ത്രിക്കുന്നു, രാജാക്കന്മാരെ അവരോധിക്കുന്നു, നീക്കിക്കളയുന്നു, എപ്രകാരം ദൈവിക ലക്ഷ്യങ്ങൾ സ്ഥാപിതമാക്കപ്പെടുന്നു. ഈ കാര്യങ്ങൾ ജനം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം എഴുതുന്നത്. ഇതാണ് രണ്ടാമത്തെ ഉദ്ദേശം. ഇനി മൂന്നാമത്തെ ഉദ്ദേശം, ഇസ്രായേൽ ദൈവത്തിന്റെ ഉടമ്പടിയുള്ള ജനതയാണ്. തങ്ങളെ അച്ചടക്കം പഠിപ്പിച്ച് ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി കൊണ്ടുവരേണ്ടതിന് അവരെ ജാതിയുടെ കയ്യിൽ ഏൽപ്പിച്ചുവെങ്കിലും ശത്രുതയുടെ മധ്യേ ദൈവം എപ്രകാരം തന്റെ ജനത്തെ കാത്തു സൂക്ഷിക്കുന്നു എന്നറിയാനാണ് ഈ പുസ്തകം എഴുതിയത്. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് ഇപ്പൊ പ്രവാസികളുടെ വേഷം ധരിക്കേണ്ടി വന്നു? ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവിക ഉടമ്പടി മറന്നുപോയി. ഇസ്രായേൽ ജനം ഉടമ്പടിയുടെ ജനമാണ്. നമ്മളും അത് തന്നെയാണ്. നമുക്കൊരു രക്ത ഉടമ്പടിയുണ്ട്. ഒരു ഉടമ്പടിയുടെ ജനതയാണ് ഇസ്രായേൽ ജനം. ആ ഉടമ്പടി മറന്നുപോയപ്പോൾ അവരെ അച്ചടക്കം പഠിപ്പിക്കേണ്ടതിന് ദൈവം ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആ ജാതികളുടെ കയ്യിൽ ഏൽപ്പിച്ചുവെങ്കിലും ശത്രുക്കളുടെ മധ്യേ ദൈവം തന്റെ ജനത്തിന് വേണ്ടി എപ്രകാരം കാത്തു സൂക്ഷിക്കുന്നു എന്ന് കാണിക്കേണ്ടതിനാണ് ഈ പുസ്തകം എഴുതിയത്. ഈ മക്കൾ വഴക്കുണ്ടാക്കിയാൽ അപ്പൻ അടിക്കുമെങ്കിലും അവരെ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടുന്നൊക്കെ മേടിച്ചു കൊടുക്കാറില്ലേ? കുരുത്തക്കേട് കാണിച്ചതിനാണ് അടിക്കുന്നത്. ഇവിടെ ഒരുവനുണ്ട്, എന്റെ മൂത്ത മോൻ. അവന് കഴിഞ്ഞ ദിവസം ഒരു കസിന്റെ വീട്ടിൽ പോയി.
ചാടരുത് ചാടരുത് എന്ന് പലവട്ടം പറഞ്ഞു. അതിനുശേഷം അവൻ ഈ സെറ്റിയുടെ ഒക്കെ മുകളിൽ കൂടെ ചാടിക്കൊണ്ട് സ്പൈഡർമാൻ എന്ന് പറഞ്ഞുകൊണ്ടായി ചാടുന്നത്. പലതവണ ചാടി. അവന് വാണിംഗ് കൊടുത്തു, നീ ചാടരുത്, നീ വീഴും. ഒരു ചാട്ടം പിഴച്ചു. അവിടെ ഒരു അടി കൊടുത്തു. അടി കൊടുത്തപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നി. പിന്നീട് അവന് മനസ്സിലായി, എന്നെ അടിച്ചത് എന്തിനു വേണ്ടിയാ? ഞാൻ ചാടാതിരിക്കാൻ വേണ്ടി, ചാടി കാലൊടിയാതിരിക്കാൻ വേണ്ടി. എന്നാൽ ആ അടിക്കുമ്പോഴും ഇതെന്റെ മകനാണ്, അയ്യോ ഞാൻ അവനെ അടിച്ചല്ലോ എന്ന് പറഞ്ഞ് അവനെ ഞാൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, അവനെ ഒന്ന് സെക്യൂർ ആക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അടിക്കുന്ന കണ്ടോട്ട് വീണ്ടും അവനെ കുറ്റം പറയാൻ വന്നവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറ്റം പറയണ്ട, ഞാൻ അവനെ അടിച്ചു, അവന് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോ അത് മനസ്സിലായി. എന്നതുപോലെ ഉടമ്പടിയുടെ ജനമായ ഇസ്രായേൽ ജനം അവർ ദൈവിക ഉടമ്പടി മറന്നുപോയപ്പോൾ അവരെ അച്ചടക്കം പഠിപ്പിക്കേണ്ടതിന് ദൈവം അവരെ ജാതിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ജാതിയുടെ കയ്യിൽ ആ ശിക്ഷണത്തിന് ഏൽപ്പിച്ചു എങ്കിലും ദൈവം എപ്രകാരം തന്നെ ജനത്തെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്. തീച്ചുളലേക്ക് വലിച്ചെറിഞ്ഞപ്പോ എന്റെ ഉടമ്പടി തെറ്റിച്ചോണ്ടാ പോയി അനുഭവിക്കണമെന്ന് പറഞ്ഞൊരു ദൈവത്തെ അല്ല നമ്മൾ അവിടെ കാണുന്നു. ആ ബാലന്മാർ വീഴുന്നതിന് മുന്നേ തീച്ചുള്ളിൽ ഇറങ്ങി നിന്ന ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണാം, അല്ലേ? സിംഹത്തിന് ഗുഹയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ നിനക്കത് ആവശ്യമാ, നിന്റെ പിതാക്കന്മാർ ദൈവത്തെ മറന്നുകൊണ്ട് ദാനിയേലേ എന്നാണോ ദൈവം പറഞ്ഞേ? അല്ല, സിംഹത്തിന്റെ വായ അടച്ച് ആ പൈതലിനെ ദൈവം സൂക്ഷിച്ചു. ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം എഴുതിയത്. അപ്പോ ഇത് എത്രാമത്തെ ഉദ്ദേശമാണ്? മൂന്നാമത്തെ ഉദ്ദേശമാണ് നമ്മൾ പഠിച്ചത്. ഇനി നാലാമത്തെ ഉദ്ദേശം, ജാതികളുടെ സാമ്രാജ്യത്തിന്റെ ആരംഭം, വളർച്ച, അവരുടെ അവസാനം, ജാതികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി, ഇസ്രായേലിന്റെ മേൽ ജനതകൾക്കുള്ള അധിനിവേശം, മശിഹയുടെ ആഗമനത്തിൽ ജാതികൾക്ക് ലഭ്യമാക്കാനുള്ള രക്ഷ, ഇതെല്ലാം ജാതികളെയും യഹൂദന്മാരെയും അറിയിക്കേണ്ടതിനാണ് ഈ പുസ്തകം എഴുതിയത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ജാതികളുടെ സാമ്രാജ്യത്തിന്റെ ഉത്ഭവം, ജാതികളുടെ സാമ്രാജ്യത്തിന്റെ ഉത്ഭവം. 2, അവരുടെ വളർച്ച. 3, അവരുടെ അവസാനം. ഇനി ഈ ജാതികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി, ഇസ്രായേലിന്റെ മേലിലുള്ള മറ്റുള്ള ജാതികളുടെ അധിനിവേശം, മശിഹയുടെ ആഗമനത്തിൽ ജാതികൾക്ക് ലഭ്യമാകാനുള്ള രക്ഷ, ഇതെല്ലാം യഹൂദന്മാരെയും മറ്റുള്ള ജാതികളെയും അറിയിക്കേണ്ടതിനാണ് ഈ പുസ്തകം എഴുതിയത്. കിട്ടിയോ? ഒന്നുകൂടെ പറയാം. ജാതികളുടെ സാമ്രാജ്യം, അതിന്റെ ഉത്ഭവം, വളർച്ച, പര്യവസാനം, ജാതികളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി, ഇസ്രായേലിന്റെ മേൽ ജാതികൾക്കുള്ള അധിനിവേശം, മശിഹയുടെ ആഗമനത്തിൽ ജാതികൾക്ക് ലഭ്യമാകാനുള്ള രക്ഷ, ഇതെല്ലാം യഹൂദന്മാരെയും ജാതികളെയും അറിയിക്കേണ്ടതിന് ഈ പുസ്തകം എഴുതി. ഇതാണ് ഇതിന് നാലാമത്തെ ഉദ്ദേശം. ഇനി അഞ്ചാമത്തെ ഉദ്ദേശം, ഇസ്രായേൽ പാപം ചെയ്തതുകൊണ്ട് അവളെ ശിക്ഷണം നൽകി മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും മഹത്വത്തിലേക്കും ആനയിക്കേണ്ടുന്നത് ദൈവിക പദ്ധതിയായിരുന്നു. അതുകൊണ്ട് ഇസ്രായേലിന്റെ വിടുതലിനെയും
അവൾ കർത്താവിന്റെ രാജ്യത്തിൽ അനുഭവിക്കാൻ പോകുന്ന സന്തോഷത്തെയും അവളെ അറിയിക്കേണ്ടതിന് ഈ പുസ്തകം എഴുതി. ഇവിടെ ഇസ്രായേലിനെ അവളെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ. ഒന്നുകൂടെ പറയാം, ഇസ്രായേൽ പാപം ചെയ്തതുകൊണ്ട് അവളെ ശിക്ഷണം നൽകി മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും മഹത്വത്തിലേക്കും ആനയിക്കേണ്ടുന്നത് ദൈവത്തിന്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഇസ്രായേലിന്റെ വിടുതലിനെയും അവൾ കർത്താവിന്റെ രാജ്യത്തിൽ അനുഭവിക്കാൻ പോകുന്ന സന്തോഷത്തെയും അവളെ അറിയിക്കേണ്ടതിന് ഈ പുസ്തകം എഴുതി. ഇനി 6 അവസാനത്തെ ഉദ്ദേശം. പ്രവാസത്തിന് നടുവിലും ദൈവത്തിന്റെ ജനം വിശ്വസ്തത പാലിച്ചു എന്നുള്ള സത്യത്തെ എല്ലാ കാലത്തുമുള്ള ദൈവജനം അറിയേണ്ടതിന് ഈ പുസ്തകം എഴുതി. പ്രവാസത്തിന് നടുവിലും ദൈവത്തിന്റെ ജനം വിശ്വസ്തത പാലിച്ചു എന്നുള്ള സത്യത്തെ എല്ലാ കാലത്തുമുള്ള ദൈവജനം അറിയേണ്ടതിന് ഈ പുസ്തകം എഴുതി. ലോകത്തിലുള്ള സകല ജാതികളും സകല യഹൂദന്മാരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ കടന്നുപോയ സന്ദർഭങ്ങളിൽ, പ്രവാസത്തിന്റെ കയ്പ് നീര് കുടിക്കേണ്ടി വന്ന സന്ദർഭങ്ങളിൽ, തണ്ണുനീയോട് ഇരിക്കേണ്ടി വന്ന സന്ദർഭങ്ങളിൽ, പട്ടിണി കിടക്കേണ്ടി വന്ന സന്ദർഭങ്ങളിലും, തീച്ചൂള പോലെ എരിയുന്ന പ്രശ്നങ്ങൾ മുൻപിൽ വന്നപ്പോൾ അവർ ദൈവത്തിൽ വിശ്വസ്തയോടെ നിന്നു എന്ന് സകല മനുഷ്യരെ ഇന്ന് രാത്രിയിൽ നമ്മൾ പോലും കേൾക്കേണ്ടതിന് ആ പുസ്തകം അവിടെ എഴുതി വെച്ചു. അപ്പോ ഇതാണ് പ്രധാനമായ 5 ഉദ്ദേശങ്ങൾ. ഈ പുസ്തകം എഴുതിയതിന്റെ പ്രധാനമായ ഉദ്ദേശങ്ങൾ. ഇനി നമുക്ക് പശ്ചാത്തലവും വിഷയവും ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് വേഗത്തിൽ ഉള്ളടക്കത്തിലേക്ക് പോകാം. ഓക്കെ, പശ്ചാത്തലവും വിഷയവും. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ കാലത്ത് ഏകദേശം BC 604 നെബൂഖദ്നേസർ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയ യഹൂദ അടിമകളുടെ കൂട്ടത്തിലെ സുനേത്രന്മാരും സമർത്ഥന്മാരുമായ ബാലന്മാരിൽ ഒരാളായിരുന്നു ദാനിയേൽ എന്ന് നമുക്ക് ഉള്ളടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവം എന്റെ ന്യായാധിപതി എന്നാണ് ഈ പേരിന്റെ അർത്ഥം. ദൈവം എന്റെ ന്യായാധിപതി എന്നാണ് ദാനിയേൽ എന്ന പേരിന്റെ അർത്ഥം. തന്റെ പദവിയോടുള്ള ബന്ധത്തിൽ ദാനിയേൽ നെബൂഖദ്നേസറിന്റെയും ബെൽശസ്സറിന്റെയും രാജ സദസ്സിലെ ഭരണതന്ത്രജ്ഞന്മാരിൽ പ്രമുഖനായിരുന്നു. അപ്പോ യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ കാലത്ത് ഏകദേശം BC 604 നെബൂഖദ്നേസർ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയ യഹൂദ അടിമകളിൽ
ഓക്കെ, ദൈവം എന്റെ ന്യായാധിപതി, ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. ദൈവം എന്റെ ന്യായാധിപതി. തന്റെ പദവിയോടുള്ള ബന്ധത്തിൽ ദാനിയേൽ നെബൂഖദ്നേസറിന്റെയും ബെൽഷസ്സറിന്റെയും രാജസദസ്സിലെ ഭരണതന്ത്രജ്ഞന്മാരിൽ പ്രമുഖനായിരുന്നു. മേദ്യ പേർഷ്യ ബാബിലോൺ കീഴടക്കിയപ്പോൾ ദാനിയേലിനെ ദാര്യാവേശിന്റെ കീഴിലുള്ള 3 പ്രസിഡന്റുമാരിൽ ഒരാളാക്കി മാറ്റി. അപ്പോ ഒരു വ്യക്തി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് രൂപഗുണം മാറാതെ അറിഞ്ഞ വചനത്തിനും പ്രമാണത്തിനും വേണ്ടി നീതിയോടെ നിൽക്കുന്നു എങ്കിൽ അവനെ ദൈവം ഏറ്റവും ഉന്നതങ്ങളിൽ മാനിക്കും എന്നുള്ളതിന് ഒരു വ്യക്തമായ തെളിവാണ് ഈ ദാനിയേലിന്റെ ചരിത്രം. എന്റെ പ്രിയ സഹോദരങ്ങളെ, അവർക്കവിടെ രാജഭോജനമുണ്ടായി. അവര് പറഞ്ഞത് എന്താ? ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്, ഞങ്ങൾ ഈ കാണുന്നതൊന്നും തിന്നത്തില്ല. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ഞങ്ങൾക്ക് തന്ന ഒരു പ്രമാണമുണ്ട്. ഞാന് പ്രസംഗിക്കുമ്പോഴൊക്കെ പറയുന്നൊരു വാക്കുണ്ട്. നമ്മൾ ചിലർ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്റെ നാട്ടിൽ മിടുക്കന്മാര് 100 പേരുണ്ടായിരുന്നിട്ടും അവർക്ക് ആർക്കും ലഭിക്കാത്ത ഒരു പദവിയാണ് ദൈവം എനിക്ക് തന്നത്, അല്ലേ? രാജാവിന്റെ മേശമേൽ ഭക്ഷിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു എന്നുള്ള പദവി. അപ്പോ ഈ പദവി തനിക്ക് ലഭിച്ചിരിക്കുമ്പോൾ ആരും കാണാതെ അവിടെ പോയി കഴിച്ചിട്ട് കർത്താവെ ക്ഷമിക്കണേ എന്ന് പറയാൻ ദാനിയേല് തയ്യാറായില്ല. ആ ബാലന്മാർ പറഞ്ഞതാണ്, എന്തൊക്കെ പറഞ്ഞാലും രാജാവിന്റെ മേശമേൽ നിന്ന് ഞങ്ങൾ ഭക്ഷിക്കത്തില്ല, ഞങ്ങളത് പാനം ചെയ്യത്തില്ല. കാരണം ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് 30 ദിവസം പ്രാർത്ഥിക്കലെന്ന് പറഞ്ഞു. ഇവിടെ ചിലർക്ക് വിളിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്, അല്ലേ? ചിലരുടെ പ്രാർത്ഥന കണ്ടിട്ടില്ലേ? റോക്കറ്റ് പോകുന്നതിനേക്കാൾ വേഗത്തിൽ ഒറ്റ പോക്ക് പോയി അവസാനിക്കും. എന്തെങ്കിലും കാരണം കണ്ടെത്തി പ്രാർത്ഥന ഒഴിവാക്കാൻ നിൽക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. ചാർച്ചക്കാരിലൊരു കല്യാണമോ വീടിന്റെ ഡെഡിക്കേഷനോ കുഞ്ഞുങ്ങളുടെ മാബോദീസയോ അല്ലെങ്കിൽ അയൽവക്കത്ത് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആരാധനയ്ക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ പോയാൽ തന്നെ പെട്ടെന്ന് ഇറങ്ങിപ്പോരും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കാരണം കണ്ടെത്തി ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സമൂഹത്തിന് മുൻപിൽ ഇനി തല പോയാലും ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ബാലന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ പറയപ്പെട്ട ദാനിയേലിനെ ദൈവം ഉന്നതങ്ങളിൽ മാനിപ്പാൻ ഇടയായി. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വിദ്യാഭ്യാസമോ നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ ബന്ധങ്ങളോ ഒന്നും അല്ല നിങ്ങൾക്ക് ഉയർച്ച കൊണ്ടുവരുന്നത്. നാം ദൈവത്തിൽ വിശ്വസ്തനായിരുന്നാൽ, ദൈവിക പ്രമാണത്തിൽ വിശ്വസ്തരായിരുന്നാൽ, ദൈവത്തോട് നീതിയുള്ളവരായിരുന്നാൽ അവൻ നമ്മളെ ഉന്നതങ്ങളിൽ മാനിപ്പാൻ തീരും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ധനികന്മാരോടുകൂടെ ദേശത്തിലെ ധനികന്മാരോടൊപ്പം ഇരുത്തുകയും ചെയ്യും. ഇവിടെ ദാനിയേൽ എന്ന് പറയുന്ന ഈ ബാലൻ തെറ്റുപോകാൻ ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടായിട്ടും അവൻ ദൈവകൽപ്പനയൊന്നും മറന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ബെൽഷസ്സറിന്റെയും നെബൂഖദ്നേസറിന്റെയും രാജസദസ്സിലെ ഭരണതന്ത്രജ്ഞന്മാരിൽ പ്രമുഖനായിട്ടും അത് കഴിഞ്ഞ് മേദ്യ പേർഷ്യ ബാബിലോണിനെ തകർത്തിട്ട് അവര് ഭരണം ആരംഭിക്കുമ്പോൾ ദാര്യാവേശ് രാജാവ് ഈ ദാനിയേലിനെ തന്റെ കീഴിൽ 3 പ്രസിഡന്റുമാരുള്ളതിൽ ഒരുവനാക്കി മാറ്റി. അടുത്തത് കോരശിന്റെ കീഴിലും ഇതേ പദവി തന്നെ തനിക്ക് തുടരാൻ കഴിയും. ഈ രാജഭരണ പദവിയൊക്കെ തനിക്ക് കിട്ടുമ്പോഴും ദൈവം തന്നെ ഏൽപ്പിച്ച കൃപാവരങ്ങൾ താൻ നഷ്ടപ്പെടുത്തി കളയുകയോ അതിന് മങ്ങലേൽപ്പിക്കുകയോ ചെയ്തില്ല. നമുക്ക് നല്ല വീടുകൾ കിട്ടുമ്പോ, നല്ല വാഹനങ്ങൾ ലഭിക്കുമ്പോ, നല്ല അവസരങ്ങൾ ലഭിക്കുമ്പോ, നല്ല ജോലി കിട്ടുമ്പോ
അതിന്റെ തിരക്കിൽ പ്രാർത്ഥനയിൽ കുറഞ്ഞു പോകുന്നവരെ നമുക്ക് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ കണ്ടോ, രാജപ്രഭുക്കന്മാരിൽ ഒരുവനായി തീർന്നിട്ടും പ്രസിഡന്റിന്റെ പദവി അലങ്കരിക്കുമ്പോഴും അവൻ ദൈവത്തിൽ വിശ്വസ്തനും ദൈവം ഏൽപ്പിച്ച താലന്തിൽ അവൻ വിശ്വസ്തനുമായിരുന്നു. അടുത്തത്, എന്നാൽ ദാനിയേലിന്റെ ശുശ്രൂഷ ഒരു പ്രവാചക ശുശ്രൂഷയായിരുന്നു. നമ്മുടെ കർത്താവും അവനെ കുറിച്ച് അപ്രകാരം തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാമത്തെ വാക്യവും മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നു. ഐഹികമായ ഒരു ജോലി ചെയ്യുന്നതിനോടൊപ്പം പ്രാർത്ഥനയ്ക്കും ദൈവിക ആരാധനയ്ക്കും സമയം കണ്ടെത്തിയിരുന്ന ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ദാനിയേൽ. ജോലി തിരക്കൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും പ്രാർത്ഥനയ്ക്ക് അവൻ മുടക്കം വരുത്തിയില്ല, ആരാധനയ്ക്ക് അവൻ മുടക്കം വരുത്തിയില്ല. അപ്പൊ ദാനിയേൽ പ്രവചനത്തിൽ നിന്ന് ബിംബത്തിന്റെ വലിപ്പവും വൃക്ഷത്തിന്റെ വേരെവിടെ പോയി എന്നുള്ളത് പഠിക്കുന്നതിന് മുൻപ് ദാനിയേലിന്റെ ജീവചരിത്രം അല്ലെങ്കിൽ ദാനിയേൽ എന്ന ആ വ്യക്തിയിൽ നിന്ന് നാം എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. എന്ന് വെച്ചാൽ ബിംബത്തിന്റെ ദർശനം പഠിക്കണമെന്നല്ല, വൃക്ഷത്തിന്റെ ദർശനം പഠിക്കണമെന്നല്ല. അത് പഠിക്കുന്നതിന് മുന്നേ ദാനിയേൽ എന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു, ഞാൻ എന്ത് മനസ്സിലാക്കി എന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ നാം ഒന്ന് ശോധന ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. ഒരു മിനിറ്റ്. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ 6 അധ്യായങ്ങളിൽ പ്രവചനങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ചരിത്രത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ആദ്യത്തെ 6 അധ്യായങ്ങൾ മൊത്തം ചരിത്രമാണ് കാണുന്നത്, ആദ്യത്തെ 6 അധ്യായം. എന്നാൽ അവസാനത്തെ 6 അധ്യായങ്ങൾ ഭാവി കാലത്ത് സംഭവിക്കാനുള്ള പ്രവചനത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പ്രധാനമായിട്ട് ഈ പുസ്തകത്തെ 2ആയിട്ട് തിരിക്കാം. ആദ്യത്തെ 6 അധ്യായങ്ങളും അവസാനത്തെ 6 അധ്യായങ്ങളും. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ചരിത്രമാണ്. ഇസ്രായേലിന്റെയും യഹൂദയുടെയും ബാബിലോണിന്റെയും മേദ്യ പേർഷ്യയുടെയും മറ്റുള്ള സാമ്രാജ്യങ്ങളുടെ ചരിത്രവും അതിനുശേഷം 7 മുതൽ 12 വരെയുള്ള അടുത്ത 6 അധ്യായങ്ങൾ ഭാവി കാലത്ത് സംഭവിക്കാനുള്ള വെളിപ്പാടുകളും പ്രവചനങ്ങളുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതാണ് ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലവും വിഷയവും. വിഷയം എന്താണ്? 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന്, ആദ്യ ഭാഗത്ത് ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ചരിത്രവും അവസാനത്തെ 6 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഭാവി കാലത്ത് സംഭവിക്കാനുള്ള പ്രവചനങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയുമാണ് ഇതിന്റെ പശ്ചാത്തലവും വിഷയവും. ഓക്കെ, ഉള്ളടക്കം വളരെ ചെറിയ ഒരു ഉള്ളടക്കമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ ചെറിയ, മറ്റുള്ള പുസ്തകങ്ങളെ പോലെ വലിയ ഉള്ളടക്കമല്ല. ഒന്ന്, റോമൻ ലെറ്റർ 1 അധ്യായം 1 ദാനിയേലിന്റെയും കൂട്ടുകാരുടെയും ഉറച്ച വിശ്വാസ്യത. ദാനിയേലിന്റെയും കൂട്ടുകാരുടെയും ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസ്യത.
അധ്യായം 1. 2, 4 വിധ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ 4 വിധ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ ബിംബത്തെ കുറിച്ചുള്ള നെബൂഖദ്നേസറിന്റെ ദർശനം. 4 വിധ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ ബിംബത്തെ കുറിച്ചുള്ള നെബൂഖദ്നേസറിന്റെ ദർശനം. അധ്യായം 2. അടുത്ത 3, നെബൂഖദ്നേസറിന്റെ സ്വർണ്ണ ബിംബവും തീച്ചുളയും. നെബൂഖദ്നേസറിന്റെ സ്വർണ്ണ ബിംബവും തീച്ചുളയും. അധ്യായം 3. നെബൂഖദ്നേസറിന്റെ സ്വർണ്ണ ബിംബവും തീച്ചുളയും. അധ്യായം 3. 4, നശിപ്പിക്കപ്പെട്ട വൃക്ഷത്തെ കുറിച്ചുള്ള നെബൂഖദ്നേസറിന്റെ സ്വപ്നവും അതിന്റെ അർത്ഥവും. നശിപ്പിക്കപ്പെട്ട വൃക്ഷത്തെ കുറിച്ചുള്ള നെബൂഖദ്നേസറിന്റെ സ്വപ്നവും അതിന്റെ അർത്ഥവും. അധ്യായം 4. അപ്പൊ 4-ാം അധ്യായത്തിൽ ഈ ബാബിലോൺ തകരുന്നതിന് മുൻപ് ദർശനം കൊടുത്തു. ഒരു വൃക്ഷത്തിന് കൊമ്പ് ആടിച്ച് ചിതറിച്ചു കളയും. പ്രവാചകൻ അത് വ്യാഖ്യാനിച്ചും കൊടുത്തു. അതാണ് നമുക്ക് അതിന് 4-ാം അധ്യായത്തിൽ നശിപ്പിക്കപ്പെട്ട വൃക്ഷത്തെ കുറിച്ചുള്ള നെബൂഖദ്നേസറിന്റെ സ്വപ്നവും അതിന്റെ അർത്ഥവും. ഏത് അധ്യായത്തിൽ കാണാം? 4-ാം അധ്യായത്തിൽ കാണാം. അടുത്തത് 5, ചുവരിലെ കയ്യെഴുത്തിനാൽ പ്രഖ്യാപിക്കപ്പെട്ട നെബൂഖദ്നേസറിന്റെ അന്ത്യം. ബെൽസസറിന്റെ അന്ത്യം. ചുവരിലെ കയ്യെഴുത്തിനാൽ പ്രഖ്യാപിക്കപ്പെട്ട ബെൽഷസ്സറിന്റെ അന്ത്യം. അധ്യായം 5. ആ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ മുൻപ് പഠിച്ചതാ. ഏത് പുസ്തകം പഠിച്ചപ്പോഴാ? യെശയ്യാ പ്രവാചകൻ പഠിച്ചപ്പോ ബാബിലോൺ പട്ടണത്തെ പറ്റി നമ്മൾ പഠിച്ചതാ. അന്ന് എന്താണ് സംഭവിച്ചതെന്നൊക്കെ നമ്മൾ വായിച്ചത് അല്ലേ? ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ഓക്കെ. ഇനി 6, ദാര്യാവേശിന്റെ കൽപ്പനയും സിംഹങ്ങളുടെ ഗുഹയും. ദാര്യാവേശിന്റെ കൽപ്പനയും സിംഹങ്ങളുടെ ഗുഹയും. അധ്യായം 6. ദാര്യാവേശിന്റെ കൽപ്പനയും സിംഹങ്ങളുടെ ഗുഹയും. അധ്യായം 6. ഇനി 7, 4 ലോക സാമ്രാജ്യങ്ങളെ ചിത്രീകരിക്കുന്ന 4 മൃഗങ്ങളെ കുറിച്ചുള്ള ദാനിയേലിന്റെ സ്വപ്നം. 4 മൃഗങ്ങളെ കുറിച്ചുള്ള ദാനിയേലിന്റെ സ്വപ്നം. 4 ലോക സാമ്രാജ്യങ്ങളെ ചിത്രീകരിക്കുന്ന 4 മൃഗങ്ങളെ കുറിച്ചുള്ള ദാനിയേലിന്റെ സ്വപ്നം. അധ്യായം 7.
അടുത്ത 8. ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനുമായ ജാതീയ രാഷ്ട്രങ്ങളെ കുറിച്ചുള്ള ദാനിയേലിന്റെ ദർശനം. ആട്ടുകൊറ്റനും കോലാട്ടുകൊറ്റനുമായ ജാതീയ രാഷ്ട്രങ്ങളെ കുറിച്ചുള്ള ദാനിയേലിന്റെ ദർശനം. അധ്യായം 8. ഓക്കെ, അടുത്തത് 9. ജാതീയ ആധിപത്യത്തിൻ്റെതായ 70 ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള ദാനിയേലിന്റെ ദർശനം. ജാതീയ ആധിപത്യത്തിൻ്റെതായ 70 ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള ദാനിയേലിന്റെ ദർശനം. അധ്യായം 9. 10. വരുവാനുള്ള സംഭവങ്ങളുടെ ഉള്ളടക്കം അവതരിപ്പിക്കുന്ന ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ദർശനം. അധ്യായം 10. വരുവാനുള്ള സംഭവങ്ങളുടെ ഉള്ളടക്കം അവതരിപ്പിക്കുന്ന ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ദർശനം. അധ്യായം 10. അടുത്ത 11. ഭാവികാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ. 11:1 മുതൽ 35 വരെ. 11:1 മുതൽ 35 വരെ. അതിന്റെ എ പോയിന്റ് ഏതാ? ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എന്ന ആ ഹെഡിങ്ങിന്റെ അല്ലെങ്കിൽ ആ വരിയുടെ സബ് പോയിന്റ് എ, മേദ്യ പേർഷ്യയുടെ മേലുള്ള യവന സാമ്രാജ്യത്തിന്റെ വിജയം. മേദ്യ പാർസ്യയുടെ മേലുള്ള യവന സാമ്രാജ്യത്തിന്റെ വിജയം. 11:1 മുതൽ 3 വരെ. മേദ്യ പേർഷ്യയുടെ മേലുള്ള യവന സാമ്രാജ്യത്തിന്റെ വിജയം. 11:1 മുതൽ 3 വരെ. ഇനി ബി, യവന സാമ്രാജ്യത്തിന്റെ അധപ്പതനം. 11:4 മുതൽ 35 വരെ. 11:4 മുതൽ 35. ഈ യവന സാമ്രാജ്യത്തിന്റെ അധപ്പതനം 14:4 മുതൽ 35 വരെ നിങ്ങൾ എഴുതിയില്ലേ? അതിന്റെ സബ് പോയിന്റ് 1, മിസ്രയീമും അരാമും തമ്മിലുള്ള യുദ്ധം. 11:4 മുതൽ 20 വരെ. മിസ്രയീമും അരാമും തമ്മിലുള്ള യുദ്ധം.
11:4 മുതൽ 20 വരെ. 2, ദുഷ്ടനായ അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ ഭരണം. അന്ത്യോക്കസ് എപ്പിഫാനസ്, ദുഷ്ടനായ അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ ഭരണം 11:21 മുതൽ 35 വരെ. ഇനി 12ാമത്തെ പോയിന്റ്, നമ്മൾ 1, 2 എഴുതി വന്നില്ലേ, അതിന്റെ 12ാമത്തെ പോയിന്റ്, വിദൂര ഭാവിയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. 12, വിദൂര ഭാവിയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ. വിദൂര ഭാവിയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ 11:36 മുതൽ 12:13 വരെ. വിദൂര ഭാവിയെ കുറിച്ചുള്ള പ്രവചനങ്ങൾ 11:36 മുതൽ 12:13 വരെ. അതിന്റെ സബ്ബായിട്ട് എഴുതുക. എ, എതിർ ക്രിസ്തു 11:36 മുതൽ 45 വരെ. എതിർ ക്രിസ്തു 11:36 മുതൽ 45 വരെ. ബി, മഹോപദ്രവം അധ്യായം 12. മഹോപദ്രവം അധ്യായം 12. ഇതാണ് വെളിപ്പാട് പുസ്തകം, ദാനിയേൽ പ്രവചനത്തിന്റെ ഉള്ളടക്കം. 12 അധ്യായങ്ങളിലും പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് ഇന്ന് ചിന്തിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യും. രാജാവ് കണ്ട സ്വർണ ബിംബത്തിന്റെ ദർശനം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, രാജാവ് കണ്ട സ്വപ്നം 2-ാം അധ്യായത്തിന്റെ 31 മുതൽ നമുക്ക് ആ ദർശനം കാണാം. 2-ാം അധ്യായത്തിൽ കാണാം. രാജാവ് കണ്ട ദർശനം, വലിയൊരു വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പകുതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിയിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തിന്റെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്തു കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു. വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചത്. നമുക്കിവിടെ ഈ 2-ാമത്തെ അധ്യായം ദൈവത്തിന് ഒന്നും മറവല്ല എന്നും പ്രാർത്ഥിക്കുന്ന ദൈവവൈതലിനോട് ദൈവം എല്ലാം മറനീക്കി വെളിപ്പെടുത്തും എന്നുള്ളതിനുമായ ഒരു തെളിവാണ് ദാനിയേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ രാജാവ് ഒരു ദർശനം കാണുന്നു. ആ ദർശനത്തെ കുറിച്ച്
അതിന്റെ 1ഉം 2ഉം വാക്കുകളൊന്ന് നോക്കിക്കേ. നെബൂഖദ്നേസറിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ നെബൂഖദ്നേസർ സ്വപ്നം കണ്ടു. അവന്റെ മനസ്സ് വ്യാകുലപ്പെട്ടു, അവൻ ഉറക്കമില്ലാതെയായി. രാജാവിനുള്ള സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിപ്പാൻ രാജാവ് കൽപ്പിച്ചു. അവർ വന്നു രാജസന്നിധിയിൽ നിന്നു. രാജാവ് അവരോട്, ഞാനൊരു സ്വപ്നം കണ്ടു, സ്വപ്നം ഓർക്കാഞ്ഞിട്ട് എന്റെ മനസ്സ് വ്യാകുലപ്പെട്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോ ഈ 2-ാം അധ്യായം പ്രധാനമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അതിന്റെ 28-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗമാണ്. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഈ വാക്കാണ് ഈ 2-ാം അധ്യായത്തിലെ താക്കോൽ വാക്കെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. വേറെ സ്വപ്നമല്ല, നമ്മൾ എന്തോ ഒരു സ്വപ്നം കാണുന്നല്ലേ. ഒരിക്കൽ ഒരാള് ഉപവാസ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് പുള്ളിക്കാൻ 7 ഉപവാസം ഇരിക്കുക. അതിനിടയ്ക്ക് താൻ സ്വപ്നം കണ്ടു. തനിക്ക് ബിരിയാണി കഴിക്കാൻ ഒരാൾ വിളിച്ചിരിക്കുന്നു. വേഗത്തിൽ വരാൻ പറഞ്ഞ് കേട്ടിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ കിടന്ന ഈ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് പോയി കൈ കഴുകി ഒരു പാത്രം എടുത്തുകൊണ്ട് പോയി ഹാളിൽ പോയിരുന്ന ചരിത്രം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നവര്. നമ്മൾ ഇന്ന് രാവിലെ സ്വപ്നം കണ്ടില്ലേ? എന്നിട്ട് പറഞ്ഞില്ലേ, രാവിലെ കണ്ട സ്വപ്നം നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചിരിച്ചോണ്ട് നടന്നില്ലേ? ഇതൊക്കെയാ സംഭവം. നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ട്. ഇനി ചിലര് സ്വപ്നം കണ്ടിട്ട് അതങ്ങ് മറന്നുപോകും. എന്തോ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ എന്താണെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. ഇവിടെ രാജാവ് ഒരു സ്വപ്നം കണ്ടു, ഒരു അസാധാരണ സ്വപ്നം. ആ സ്വപ്നം കണ്ടപ്പോൾ തന്നെ തനിക്കുള്ള സന്തോഷമെല്ലാം പോയി. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ സ്വപ്നം തന്നെ ഉള്ളിലേക്ക് വരുന്നില്ല. എന്തോ ഒരു ഭാരം തന്നെ ഉള്ളിലുണ്ട്. അതിൽ താൻ ചെയ്ത വാക്കുകളാണ്, പ്രവൃത്തികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആരും ഉറങ്ങരുത്. 2-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അവൻ ചിലരെ കൊട്ടാരത്തിനകത്തേക്ക് വിളിച്ചു. ആരൊക്കെയാണ്? മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിപ്പാൻ കൽപ്പിച്ചു. 4 കൂട്ടർ ഇപ്പൊ രാജാവിന്റെ മുമ്പിൽ നിൽക്കുക. ഇവരെ കുറിച്ച് ചരിത്രം പറയുന്നത് ഏതു വിഷയത്തിനും, ആത്മീയ വിഷയങ്ങൾക്കും മറ്റുള്ള വിഷയങ്ങൾക്കും മതപരമായിട്ടും എല്ലാ രീതിയിലും ഇവരിങ്ങനെ അവരുടെ ആലോചനകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഒരു കാര്യം കേട്ടിട്ട് അതിന് വ്യാഖ്യാനം കണ്ടെത്തുന്നവരാണ് ഈ 4 കൂട്ടർ. ആഭിചാരകന്മാരെ നമുക്ക് നല്ലവണ്ണം അറിയാം, മന്ത്രവാദികളെ നമുക്ക് നല്ലവണ്ണം അറിയാം. ഈ കൂട്ടത്തിൽ ഒരു കൂട്ടർ വന്നു കയറിയിട്ടുണ്ട്, കൽദയർ. അവരെ കുറിച്ച് ഒരു നിഴല് നോക്കി മുഖദർശനം നടത്തിയും ഇവര് കാര്യങ്ങൾ പറയും. ദൂരത്ത് നിന്ന് വരുമ്പോൾ തന്നെ അവന്റെ കാൽച്ചുവട് വയ്പ് കണ്ടിട്ട്, അല്ലെങ്കിൽ അവന്റെ മുഖത്തിന്റെ ആ രൂപം കണ്ടിട്ട് നടന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്ന കൂട്ടരാണ് കൽദയർ. പക്ഷെ ഇവിടെ ഈ കൊട്ടാരത്തിൽ നിൽക്കുന്നവർക്ക്, ഈ 4 കൂട്ടം ആൾക്കാർക്ക് ഈ കാര്യം വെളിപ്പെട്ട് വരുന്നില്ല. അവര് പറയുന്നുണ്ട്, രാജാവേ അങ്ങ് സ്വപ്നം പറ, ഞങ്ങൾ വ്യാഖ്യാനിക്കാം. പക്ഷെ സ്വപ്നം കണ്ടെത്തി വ്യാഖ്യാനിക്കണം, അങ്ങ് കണ്ട സ്വപ്നം ഞങ്ങൾ കാണണമെന്ന് പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ നോക്കൂ, പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കുന്ന, രാവിലെ വൈകുന്നേരം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനോട് ഈ കാര്യം പറയുമ്പോൾ ദാനിയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സകല ഹൃദയങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗം ദൈവമുണ്ടെന്ന് അവൻ ഉറപ്പ് പറയുകയാണ്. എത്ര സന്തോഷമുണ്ട് നമുക്കല്ലേ? എത്ര രഹസ്യമായി കിടന്നാലും സകല രഹസ്യങ്ങളെയും വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുള്ളത് ഓർത്ത് ഞാൻ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവന്റെ മുമ്പിൽ ഒന്നും മറവല്ലെന്നേ. ചിലപ്പോൾ നമുക്കെതിരെ രഹസ്യമായിട്ടും ഒക്കെ അവൻ പണി വെച്ചിട്ടുണ്ടായിരിക്കാം, വാരിക്കുഴികൾ ഒരുക്കിയിട്ടുണ്ടായിരിക്കാം, ചതിക്കുഴികൾ ഒരുക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് രാത്രി 2-ാം അധ്യായത്തിൽ ദാനിയേൽ പറയുന്നു, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനാ മുറിയിൽ സകല രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. നമ്മുടെ ഷാജി സാറിന്റെ പ്രസംഗം ഞാൻ പല സന്ദർഭങ്ങളിൽ കേൾക്കാറുണ്ട്. ഞങ്ങൾ ഇവിടെ രഹസ്യമായി സംസാരിച്ച കാര്യങ്ങളും പല രഹസ്യ വിഷയങ്ങളും അദ്ദേഹം വചനത്തിൽ കൂടി പറയുമ്പോൾ ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കാറുണ്ട്.
രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു സ്വർഗം നമുക്കുണ്ട്. ഇന്ന് രാത്രി അത് നമ്മൾ തിരിച്ചറിയണം. ആരാണ് ഈ രഹസ്യങ്ങൾ തിരിച്ചറിയുന്നത്? മന്ത്രവാദികൾക്ക് വെളിപ്പെടാത്തത്, ആഭിചാരകന്മാർക്ക് വെളിപ്പെടാത്തത്, പിന്നെ ക്ഷുദ്രക്കാർക്ക് വെളിപ്പെടാത്തത്, കൽദയർക്ക് വെളിപ്പെടാത്തത് പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അപ്പൊ ക്ഷുദ്രക്കാരെ പേടിക്കണോ? പേടിക്കണ്ട. ആഭിചാരന്മാരെ പേടിക്കണോ? പേടിക്കണ്ട. അവരോട് ധൈര്യമായിട്ട് പറഞ്ഞു, എടാ നിനക്കൊന്നും വെളിപ്പെടാത്തത് ദൈവം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്തി തരും. ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ ഇവന്മാരി ഒരു വെറുതെ ബഹളം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ദാനിയേല് കൂളായിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, രാജാവ് സ്വപ്നവും പറയണ്ട, ഒന്നും പറയണ്ട. അതിന്റെ 19-ാമത്തെ വാക്യം, അങ്ങനെ ആ രഹസ്യം ദാനിയേലിന്റെ രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തുതിച്ചു പറഞ്ഞത്, ദൈവത്തിന്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. കണ്ടോ, രാജാവ് ദർശനം കാണുന്നു, രാവിലെ മറന്നു പോകുന്നു. 4 മിടുക്കന്മാരെ കൊണ്ട് നിർത്തുന്നു. യുവമാര് പറയുന്നത്, രാജാവ് ദർശനം പറ, ഞങ്ങൾ വ്യാഖ്യാനിക്കാം. എന്നാൽ രാജാവ് പറഞ്ഞ ദർശനവും പറയത്തില്ല, ഒന്നും പറയത്തില്ല, പക്ഷെ ദർശനവും കണ്ട് വ്യാഖ്യാനം തരണം. എന്നാൽ ദാനിയേൽ പറയുന്നു, എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ എന്റെ മുറിയിൽ ആ രഹസ്യത്തെ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. എന്താണ് താൻ കണ്ട ദർശനം? രാജാവ് കണ്ട ദർശനം എന്താ? അതാണ് നമ്മൾ വായിച്ചത് 2-ാം അധ്യായത്തിന്റെ 31 മുതൽ. വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിന്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിന്റെ തല തങ്കം കൊണ്ട് നിർമ്മിച്ചപ്പെട്ടത്, കൈയും നെഞ്ചും വേറൊരു ലോഹം, വയറും അരയും താമ്രം കൊണ്ട്, പിന്നെ കാല് വേറൊരു ലോഹം കൊണ്ട്, അത് പാതി കളിമണ്ണും പാതി ഇരുമ്പും, കാലുകളും വിരലുകളും. ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ദർശനം താൻ കണ്ടു. എന്നിട്ട് ദാനിയേല് അതിന് വ്യാഖ്യാനവും കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി തല, ദാനിയേല് കൊടുക്കുന്ന വ്യാഖ്യാനം, അത് ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. തല തങ്കം കൊണ്ടുള്ളത്, ആ കാലഘട്ടങ്ങളിൽ ശോഭയേറിയതും അനേക സ്വർണ്ണ നിധികളും ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. അതാണ് തലയായിട്ട് നിൽക്കുന്നത്. രാജാവിന് പറയുന്നുണ്ട്, രാജാവേ, ആ സ്വർണ്ണത്തല അങ്ങ് തന്നെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദപഠിതാക്കൾ പറയുന്നു, വലിപ്പമേറിയതും വിശേഷ ശോഭയുമുള്ളതായ ആ തല അത് ബാബിലോണാണ്. ബാബിലോണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആരാലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനേക സ്വർണ്ണ നിധികൾ ബാബിലോണിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യെശയ്യാ പുസ്തകം 45-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. കോർശന് പറഞ്ഞിരിക്കും, ഞാൻ നിന്നെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു, ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതും ഗുപ്തനിധികളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം, തുറന്നു തരാം. കണ്ടോ? അപ്പൊ പുറലോകം കണ്ടിട്ടില്ലാത്ത സ്വർണ്ണ നിധികൾ എവിടെയുണ്ട്? ബാബിലോണിലുണ്ട്. മാത്രമല്ല, ഒരു ഭരണസിരാ കേന്ദ്രം തല, അത് ബാബിലോണാണ് എന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഇനി ആ തലയുടെ തൊട്ടു താഴെ കൈയും നെഞ്ചും, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മേദ്യ പേർഷ്യ സാമ്രാജ്യമാണ്. 2 കൈ ചേർന്നിരിക്കുകയാണ്, മേദ്യ പേർഷ്യ. ഈ ബാബിലോണിന്റെ തലയുടെ ഭരണത്തിന് ശേഷം ആ രാത്രിയിൽ നമുക്ക് 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കൽദയ രാജാവായ ബെൽശസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാരിയാവേശ് ഭരണത്തിലേക്ക് വന്നു. മേദ്യരും പേർഷ്യരും കൂടെ ചേർന്നുള്ള ഭരണമായിരുന്നു
രണ്ടാം കാലഘട്ടം. അപ്പൊ ബിംബത്തിന്റെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുക, ഒരു ബിംബത്തെ കൊണ്ടുവരിക, അതിന്റെ തല തങ്കം കൊണ്ടാണ്. ആ തങ്കത്തെ കാണിച്ചിരിക്കുന്ന ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ചാണ്. തല തങ്കം കൊണ്ടുള്ള സകല ബുദ്ധികളും അവിടെ നിന്നാണ് പുറപ്പെട്ടു വന്നിരുന്നത്. തൂക്ക് കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്ന, നിർവചിക്കാൻ കഴിയാത്ത അറകൾ കൊണ്ട് കോട്ടകൾ പണിതിരുന്ന, പെട്ടെന്നൊരാൾ കയറി വഴിതെറ്റിപ്പോകും, അവന് കൃത്യമായി എത്താൻ കഴിയാത്ത അത്രയ്ക്ക് ബുദ്ധി വൈഭവം കൊണ്ട് നിറഞ്ഞിരുന്ന ബാബിലോൺ സാമ്രാജ്യം. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന തല തങ്കം കൊണ്ട് നിർമ്മിച്ചത്. ആ തങ്കം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബാബിലോണിന്റെ ഭരണത്തിന് ശേഷം വന്ന ഭരണമാണ് മേദ്യരും പേർഷ്യരും. അതാണ് കൈയും നെഞ്ചും ചേർന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യം. രണ്ട് ഭരണമായിരുന്നു, മേദ്യരും പേർഷ്യരും കൂടെ ചേർന്ന്. അടുത്തത്, ആ ബിംബത്തിന്റെ വയറും അരയും താമ്രം കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ ഭാഗത്തെ കുറിച്ച് പറയുന്നത് യവനായ അല്ലെങ്കിൽ ഗ്രീക്ക് ഭരണത്തെ കുറിച്ചാണ് കാണിക്കുന്നത്. ഗ്രീക്ക് സാമ്രാജ്യം. വയറും അരയും താമ്രം കൊണ്ട് നിർമ്മിച്ചതാണ്. അത് കാണിക്കുന്നത് ഗ്രീക്ക് സാമ്രാജ്യത്തെയാണ്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് കാല് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതാണ്, അല്ലേ? വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും. നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെ തകർത്ത് കീഴടക്കുന്നതല്ലേ? തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയും ഒക്കെയും ഇടിച്ച് തകർത്ത് കളയും. ഇത് പറഞ്ഞിരിക്കുന്നത് റോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ്. കാലിനെ തുടയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ്. അവരുടെ ഇരുമ്പ് ഭരണമായിരുന്നു, ഉരുക്ക് ഭരണമായിരുന്നു. സകലരെയും അടിച്ചൊതുക്കുന്ന ഒരു ഭരണമായിരുന്നു റോമൻ ഭരണം. നീറോയുടെ ഭരണം നമുക്ക് നല്ലവണ്ണം അറിയാം. ആ കാലഘട്ടത്തെ കുറിച്ച്, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം. ഇനി കാലും വിരലും. കാൽവിരൽ പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യം അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. തമ്മിൽ ചേരാത്ത ഭരണം. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി നിൽക്കും, പക്ഷേ അവ തമ്മിൽ ചേരത്തില്ല. ആ രാജഭരണം ഒട്ടും ബലമില്ലാതെ വേഗത്തിൽ തകർന്നു പോകുന്നതായിരിക്കും. അത് തമ്മിൽ ചേരാതെ വേഗത്തിൽ ഉടഞ്ഞു പോകുമെന്ന് പ്രവാചകൻ പ്രവചിച്ചു. ആ സമയത്താണ് പ്രവാചകൻ പറയുന്നത്, കൈ തൊടാതെ ഒരു കല്ല് വരുന്നുണ്ട്. ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ രാജ്യത്വം, ക്രിസ്തുവിന്റെ ഭരണം, ക്രിസ്തുവിന്റെ രാജ്യത്വം സ്ഥാപിക്കുന്നതാണ് ആ ഭാഗം കൊണ്ട് കാണാൻ കഴിയുന്നത്. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് 10 വിരലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ 10 വിരലെന്ന് പറയുന്നത് അന്ത്യകാലത്ത് 10 ഭരണകർത്താക്കൾ എഴുന്നേൽക്കും. അവസാന കാലമാകുമ്പോൾ സകലത്തെ മടക്കി വാഴുന്ന, എല്ലാറ്റിന്മേൽ അധികാരമുള്ള ആ 10 പേരായിരിക്കും ലോകത്തിന് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇന്ന് ആ രാജ്യത്വങ്ങൾ പല രാജ്യക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഉക്രൈൻ അതിനൊക്കെ വേണ്ടി ഓടി നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല രാജ്യങ്ങൾ ഇപ്പൊ ആ ഗ്രൂപ്പിനകത്തുണ്ട്. എന്നാൽ വചനം എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തുവിന്റെ വരവിന് തൊട്ടു മുമ്പ്, അവന്റെ സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്ന തൊട്ടു മുമ്പ് ഇതിൽ നിന്ന് ചില രാജ്യങ്ങൾ പൊടിഞ്ഞ് 10 ഭരണകർത്താക്കളാകും. ആ ഭരണം ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ കളിമണ്ണും ഇരുമ്പും പോലെ തമ്മിൽ ചേരാതെ ഇവരിങ്ങനെ തമ്മിലടി
പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് വരും. ആ കല്ല് ക്രിസ്തുവാണ്. അവന്റെ ഭരണത്തെയും സഹസ്രാബ്ദ വാഴ്ചയുമാണ് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത്. ആ കല്ല് വന്ന് ഈ ബിംബത്തിന്റെ ചുവട്ടിലടിക്കും. വചനം എഴുതിയിരിക്കുന്ന കേട്ട് കണ്ടോ, കാറ്റ് പാറിച്ചു കൊണ്ടുപോകുന്ന പോലെ സകലരും ചിതറിപ്പോകും. പുതിയ ഒരു രാജ്യം അവിടെ ഉടലെടുക്കും. ആ കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് ഒരു മഹാപർവ്വതമായി തീരും. അത് ക്രിസ്തുവിന്റെ രാജ്യത്തെ കുറിച്ചാണ് കാണുന്നത്. മനസ്സിലായോ? ദാനിയേൽ കണ്ട, രാജാവ് കണ്ട ദർശനം ഒരു വലിയ ബിംബം, തല തങ്കം കൊണ്ടുള്ളത്. ആ തങ്കത്തെ കാണിക്കുന്നത് ബാബിലോൺ ഭരണത്തെ കാണിക്കുന്നു. അവരുടെ ഭരണം മേദ്യ പേർഷ്യയോടെ അവസാനിക്കുന്നു. അതിനുശേഷം കൈയും നെഞ്ചും അത് മേദ്യയും പേർഷ്യയും കാണിക്കുന്നു. മൂന്നാമത്തെ രാജ്യമായ ഗ്രീസ് താമ്രം കൊണ്ടുള്ള വയറും അരയുമായിട്ട് നമുക്ക് കാണാം. ഇരുമ്പ് കൊണ്ടുള്ള 2 കാലുകളും പാദങ്ങളും റോമ സാമ്രാജ്യം. രാജ്യത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള ശാഖകളായിരുന്നു കാലുകളെ സൂചിപ്പിക്കുന്നത്. ഇരുമ്പും കളിമണ്ണും ചേർന്നുള്ള പാദങ്ങൾ റോമ സാമ്രാജ്യത്തെ കാണിക്കുമ്പോൾ അവസാനത്തെ 10 വിരലുകൾ 10 രാജ്യത്വത്തെയാണ് കാണിക്കുന്നത്. 10 രാജാക്കന്മാരെ, അവസാനത്തെ 10 രാജാക്കന്മാർ. ഇവരുടെ ഭരണം ആരംഭിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല്, അത് കർത്താവായ ക്രിസ്തുവാണ്. ആ കല്ല് ആ 4 സാമ്രാജ്യങ്ങളെയും തകർത്ത് ലോകത്തിൽ ചിതറിച്ചു കളയും. അങ്ങനെയാണ് ആ ദർശനത്തിന് 2-ാമത്തെ അധ്യായത്തിൽ ദാനിയേല് വ്യാഖ്യാനം കൊടുക്കുന്നത്. മന്ത്രവാദികൾക്ക്, ആഭിചാരകന്മാർക്ക് വെളിപ്പെടാത്ത ആ ദൈവിക ദർശനം താൻ അവിടെ രാജാവിന് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഒന്ന് ബാബിലോൺ സാമ്രാജ്യം. പൊന്നുകൊണ്ടുള്ള തല ബാബിലോണിനെയാണ് കാണിക്കുന്നത്. ഇതിനെ വ്യാഖ്യാനം പഠിക്കുമ്പോൾ ചക്രവർത്തി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നെബൂഖദ്നേസറിന്. കാരണം ലോക സാമ്രാജ്യങ്ങൾ വളരെ ചെറിയ രാജ്യങ്ങളായി മുറിച്ചു മാറ്റപ്പെട്ട കാലഘട്ടം. ഇതിനെല്ലാം കൂടെ അടക്കമാണ് വലിയ സാമ്രാജ്യം കെട്ടിപ്പടച്ചു വച്ചിരിക്കുന്ന ഈ വ്യക്തിയെ വിളിച്ചിരുന്ന പേര് ചക്രവർത്തി എന്ന. സകലത്തെ അടക്കി വാണിരുന്ന മനുഷ്യനാണ്. എന്നാൽ 44 വർഷത്തെ ഭരണത്തിന് ശേഷം BC 561 നെബൂഖദ്നേസർ മരിച്ചു. അവന് ശേഷം അവന്റെ മകനായ ദുഷ്ടനായ മെറോഡാക്ക് രാജാവായെങ്കിലും 2 കൊല്ലത്തെ ലജ്ജാകരമായ ഭരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കൂട്ടു സഹോദരനാൽ താൻ ഏകദേശം BC 556 കൊല്ലപ്പെടാനിടയായി. ഇങ്ങനെ ബാബിലോൺ പട്ടണത്തിന്റെ ശക്തി നോക്കി നിൽക്കുമ്പോൾ തന്നെ കുറഞ്ഞു വരുന്നതായി കാണാം. തുടക്കം ചക്രവർത്തി ഭരണത്തിലായിരുന്നെങ്കിലും നെബൂഖദ്നേസറിന്റെ മരണശേഷം പിന്നീട് അങ്ങോട്ട് രാജാവിന്റെ
അകമ്പടി നായകന്മാരിൽ പ്രധാനിയായിട്ടൊക്കെ ദാനിയേൽ നിൽക്കുമ്പോൾ തന്നെ ഈ ബാബിലോൺ സാമ്രാജ്യം തകർന്ന് താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് ദർശനത്തിന്റെ രണ്ടാം ഭാഗമായ മേദ്യ പേർഷ്യയുടെ ഭരണം തുടങ്ങുന്നത്. കോരശിന്റെ ഭരണത്തോടുകൂടി, കോരശിന്റെ ആക്രമണത്തോടു കൂടിയാണ് ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അധപ്പതനവും മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ ഉദയവും നമുക്ക് കാണാൻ കഴിയുന്നത്. ഏകദേശം BC 538 ബാബിലോൺ തകർക്കപ്പെട്ടു. മേദ്യ പേർഷ്യ എന്നീ രാജ്യങ്ങളിൽ പഴക്കമുള്ള മേദ്യ ഭരണം കയ്യേറി, ഭരണം അവരെ ഏറ്റെടുത്തു. അവരോടൊപ്പം തന്നെ കോരശിനും സൈനിക കാര്യങ്ങൾ നിറവേറ്റാനുള്ള അധികാരം ലഭിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ബാബിലോണിനെ അവരുടെ രാജ്യമാക്കി മാറ്റി, മേദ്യ പേർഷ്യ രാജ്യമാക്കി മാറ്റി. ഏഴു വർഷത്തെ വാഴ്ചയ്ക്ക് ശേഷം കോരശ് സാമ്രാജ്യം തന്റെ മകനായ കാംബ്യയസിന് വിട്ടുകൊടുത്തു. ഈ കാംബ്യയസ് 7 വർഷം മേദ്യ പേർഷ്യ മൃഗീയമായി ഭരിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. ഞാൻ ഈ നോട്ട്സിനകത്ത് ഇതൊക്കെ ഉൾപ്പെടുത്തി തരാം. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. എന്നാൽ ഈ മേദ്യ പേർഷ്യ സാമ്രാജ്യം അസ്തമിച്ചു തുടങ്ങുന്നത് ഏകദേശം BC 330 കൂടിയാണ്. BC 330 ഗ്രീക്കുകാരനായ അലക്സാണ്ടർ പേർഷ്യൻ സാമ്രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അപ്പോ ബാബിലോണിന്റെ തകർച്ച നമ്മൾ കണ്ടു. ആ ബാബിലോൺ തകർന്നു തുടങ്ങുമ്പോൾ മേദ്യ പേർഷ്യ ഭരണം ആരംഭിക്കുന്നു. മേദ്യ പേർഷ്യയുടെ പ്രധാന വ്യക്തിയായിരുന്ന ദാരിയവേശും കോരശും ഒക്കെ അവരുടെ മക്കൾക്ക് രാജഭരണം കൊടുത്ത ശേഷം അവരുടെ ഭരണത്തിന് പിടിപ്പേട് കൊണ്ട് മേദ്യ പേർഷ്യ സാമ്രാജ്യം തകരാൻ തുടങ്ങുകയും ഏകദേശം BC 330 അലക്സാണ്ടർ ചക്രവർത്തി, യവനായ അലക്സാണ്ടർ, ഗ്രീക്കുകാരനായ അലക്സാണ്ടർ ചക്രവർത്തി BC 330 മേദ്യ പേർഷ്യയെ തകർക്കുകയും ഗ്രീക്ക് ഭരണം ആരംഭിക്കുകയും ചെയ്തു. ഈ ഗ്രീക്ക് ഭരണത്തെ, മൂന്നാമത്തെ യവനായ സാമ്രാജ്യത്തെ ദാനിയേൽ പ്രവചന പുസ്തകം 8-ാം അധ്യായം 21 കോലാട്ടുകോച്ചൻ എന്ന പേരിലാണ് ദർശിച്ചിരിക്കുന്നത്. കണ്ടോ? അതിന്റെ 8-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഒരു കോലാട്ടുകോച്ചൻ, മൃഗത്തെ കുറിച്ച് പറയുന്നത്, മൂന്നാമത്തെ യവനായ സാമ്രാജ്യത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനമാണ് കോലാട്ടുകോച്ചൻ എന്ന പേരിലാണ് ഗബ്രിയേൽ ദൂതൻ പറയുന്നത്. അത് ഗ്രീക്ക് സാമ്രാജ്യത്തെ കുറിച്ചാണ്. മേദ്യ പേർഷ്യ സാമ്രാജ്യമാകുന്ന ആട്ടുകോച്ചനെ ഈ കോലാട്ടുകോച്ചൻ കൊന്നുകളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ ദാനിയേൽ പ്രവചന പുസ്തകം 8-ാം അധ്യായം 20-ാമത്തെ വാക്യപ്രകാരം ആട്ടുകോച്ചന്റെയും കോലാട്ടുകോച്ചന്റെയും ദർശനം കാണാൻ കഴിയുന്നുണ്ട്. മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആട്ടുകോച്ചന്റെ 2 കൊമ്പ് ബിംബത്തിന്റെ 2 കൈകളായ മേദ്യ പേർഷ്യയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ കണ്ടോ, 2-ാം അധ്യായത്തിൽ കാണുന്ന ദർശനത്തെ 8-ാം അധ്യായത്തിൽ പ്രവാചകൻ കാണുന്ന മൃഗത്തോട് ചേർത്ത് പഠിക്കുമ്പോൾ മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ കുറിച്ച് 8-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആട്ടുകോച്ചനെയും കോലാട്ടുകോച്ചനെയുമാണ്. മേദ്യ പേർഷ്യ 2 സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് കാണുന്നത്. അതിനുശേഷമുള്ള ഗ്രീക്ക് സാമ്രാജ്യത്തെ കുറിച്ചാണ് 8-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ കാണുന്ന മൂന്നാമത്തെ മൃഗമായ കോലാട്ടുകോച്ചൻ. ആ കോലാട്ടുകോച്ചനെ കുറിച്ച് പഠിപ്പിക്കുന്നത് ഗ്രീക്ക് അല്ലെങ്കിൽ യവനായ സാമ്രാജ്യത്തെ കുറിച്ചാണ്.
ഇനി 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസി രാജാക്കന്മാരെ കുറിക്കുന്നു. 8-ാം അധ്യായം 20-21 വാക്യങ്ങൾ. പരിവരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവുമാകുന്നു. അത് അലക്സാണ്ടർ രാജാവിനെയാണ് കാണിക്കുന്നത്. അലക്സാണ്ടർ ചക്രവർത്തിയാണ് നടുക്ക് മുളച്ചു വരുന്ന ആ കൊമ്പിനെ കാണിക്കുന്നത്. ഏകദേശം 8 കൊല്ലത്തെ വാഴ്ചയ്ക്ക് ശേഷം പനി പിടിപെട്ട് ഏകദേശം BC 323 അതായത് 33-ാമത്തെ വയസ്സിൽ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നു. തുടർന്ന് അവന്റെ സാമ്രാജ്യം അവന്റെ 4 ഗവർണർമാർ വിഭജിച്ചെടുക്കുന്നു. ഇത് 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്നുള്ള വിഷയങ്ങൾ ഏതാ? നമ്മൾ ഇന്ന് പഠിച്ചത് ബാബിലോൺ സാമ്രാജ്യം, അത് കഴിഞ്ഞ് വരുന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യം, അത് 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൃഗത്തോട് തുല്യത. അടുത്തത് യവനായ ഗ്രീക്ക് സാമ്രാജ്യം, അത് 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കോലാട്ടുകൊറ്റൻ. ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത പറഞ്ഞ മൃഗത്തെ കുറിച്ച് പറയുന്നത് റോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ബിംബത്തെ കുറിച്ച് പറയാനുള്ളത്. 2-ാം അധ്യായത്തിൽ രാജാവ് കാണുന്ന ഇതേ ബിംബത്തിന്റെ തുടർന്നുള്ള വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ ആ വരുന്ന ഭരണകർത്താക്കളുടെ സ്വഭാവത്തെ കുറിച്ച്